പയ്യന്നൂരിൽ ഇത്തവണ താൻ മത്സരിക്കുമെന്ന കാര്യം വി കുഞ്ഞികൃഷ്ണൻ ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിരിക്കുകയാണ്. താൻ ഉയർത്തിയ ആരോപണങ്ങൾ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കുകയാണ് വി കുഞ്ഞികൃഷ്ണൻ. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആദ്യഘട്ടത്തിൽ പാർട്ടിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചു, ഒരു രക്ഷയുമുണ്ടായില്ല. പിന്നീട് ഇത്തരത്തിൽ പുസ്തകമടക്കം പുറത്തിറക്കി. ഇപ്പോൾ ജനങ്ങളുടെ മുമ്പിലേക്ക് തന്നെ നേരിട്ടിറങ്ങുകയാണ്. എന്താണ് ഒരു പ്രതീക്ഷ? ജയിക്കുമെന്ന പ്രതീക്ഷ തന്നെയാണുള്ളത്. അതോടൊപ്പം തന്നെ ഈ പാർട്ടിയെ ശുദ്ധീകരിക്കുക, മുന്നണിയെ ശുദ്ധീകരിക്കുക എന്ന ഉദ്ദേശം കൂടിയുണ്ട്. അതിന് പയ്യന്നൂർ മണ്ഡലത്തിലെ ജനങ്ങൾ സന്നദ്ധമാകും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. കാരണം എന്റെ പുസ്തകത്തിന് വലിയ നിലയിലുള്ള സ്വീകാര്യത ഇതിനകം ലഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ നിലയിലേക്ക് ജനങ്ങളുടെ ഒരു പിന്തുണ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. വിജയപരാജയങ്ങൾക്കപ്പുറം താങ്കൾ ഉയർത്തിയ ചില നിലപാടുകളുണ്ടല്ലോ, അത് ഇന്ന് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിൽ ചർച്ചയാകപ്പെടുന്ന ഒരു വിഷയം കൂടിയാണ്. താങ്കൾ ഉയർത്തിയ ആ കാര്യങ്ങളാണ് ഇന്ന് തെരഞ്ഞെടുപ്പിൽ വലിയ രീതിയിലുള്ള ചർച്ചയെന്ന് എന്ത് തോന്നുന്നു? അല്ല, പയ്യന്നൂർ മണ്ഡലത്തിൽ അത് ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടണം. പയ്യന്നൂർ മണ്ഡലത്തിൽ മാത്രമല്ല, കേരളത്തിലാകെ ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെടണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഞാൻ ആ പുസ്തകം എഴുതിയിട്ടുള്ളത്. അപ്പം അത് വലിയ നിലയിൽ ചർച്ചക്കിടയാക്കിയിട്ടുണ്ട് എന്നും ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രത്യേകിച്ച് പയ്യന്നൂർ മണ്ഡലത്തിൽ വലിയ നിലയിൽ അത് ചർച്ചക്കിടയാക്കിയിട്ടുണ്ട്. അപ്പം ആ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഈ സ്ഥാനാർത്ഥിത്വത്തിലൂടെ ഞാൻ ആഗ്രഹിക്കുന്നത്. ഈ പാർട്ടി പ്രവർത്തകർ ഇതിനോടകം തന്നെ പലരും പരസ്യമായും രഹസ്യമായും പിന്തുണ അറിയിച്ചിട്ടുണ്ട്. എന്താണ് നിലവിലെ ഒരു കണക്കുകൾ പ്രകാരം കുഞ്ഞികൃഷ്ണൻ വിചാരിക്കുന്ന ഒരു സമവാക്യം എന്താണ്? അല്ല, കണക്കുകളിൽ വിശദമായി നോക്കണത്രേ. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏതാണ്ട് 50,000-ത്തിനടുത്ത് വോട്ടിന്റെ ഭൂരിപക്ഷം LDF-നുണ്ടായ മണ്ഡലമാണ്. LDF-ന്റെ ഉരുക്കുകോട്ടയാണ് പയ്യന്നൂര്. ഒരിക്കലും LDF ഒഴികെ വേറൊരു ആളും ജയിച്ചു വന്നിട്ടില്ല മണ്ഡലമല്ല. പക്ഷേ 2021 തെരഞ്ഞെടുപ്പിൽ 50,000 വോട്ടിനടുത്ത് ഭൂരിപക്ഷം ഉണ്ടായ അതേ സ്ഥലത്താണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അത് 13,000 വോട്ടിലേക്ക് കുറഞ്ഞത്. ഭൂരിപക്ഷം 13,000 വോട്ടിലേക്ക് കുറഞ്ഞത്. അപ്പൊ കേരളത്തിൽ ഈ ഭൂരിപക്ഷമായാലും വോട്ട് നിലയായാലും മാറി മറിയുക എന്നത് അത്രത്തോളം വലിയ ഒരു വിഷയമല്ല. ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു ഓരോ തെരഞ്ഞെടുപ്പിലും എന്നത് മുഖ്യമാണ്. പഴയതുപോലുള്ള ഒരു അടിയുറച്ച ഒരു കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വസിച്ചുകൊണ്ടുള്ള ഒരവസ്ഥ ഇന്ന് പുതിയ തലമുറയിലില്ല. അപ്പോൾ സാഹചര്യത്തിനനുസരിച്ച് മാറി ചിന്തിക്കുന്നവരായി, നിലപാടുകൾ സ്വീകരിക്കുന്നവരായി പുതിയ തലമുറ മാറിക്കൊണ്ടിരിക്കുകയാണ്. അഴിമതിക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നവരായി ഈ പുതിയ തലമുറ ഇപ്പം മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ മുൻകാല തെരഞ്ഞെടുപ്പുകളിലെ അനുഭവം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ അളക്കുന്നത് ഗുണകരമായിരിക്കില്ല, ശരിയായിരിക്കില്ല. മാത്രമല്ല, ഞാൻ ഉന്നയിച്ച വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ വിഭാഗം ജനങ്ങൾ ഞാൻ ഉന്നയിച്ച വിഷയം ശരിയാണ് എന്ന് വിശ്വസിക്കുന്നവരായി നിലവിലുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. മത്സരിക്കുമെങ്കിൽ താങ്കളെ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കുമെന്നാണ് കെ സുധാകരന്റെ പ്രസ്താവന. അല്ല, അത് അവര് തീരുമാനിക്കട്ടെ ആ സമയത്ത്. ഞാനിപ്പോ ഏതെങ്കിലും മുന്നണിയുടെ ഭാഗമായി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നതില്ല. സ്വതന്ത്രനായി മത്സരിക്കുക എന്നതാണ്. എന്ന് മാത്രമല്ല, ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരോടുമാണ് എന്റെ അഭ്യർത്ഥന. അതിൽ വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട്. അപ്പൊ ആ നിലയിൽ ഈ മണ്ഡലത്തിലെ മുഴുവൻ വോട്ടർമാരുടെയും പിന്തുണ എനിക്കുണ്ടാകണം എന്ന അഭ്യർത്ഥനയാണ്. ആ നിലയിലേക്ക് ആര് പിന്തുണക്കാൻ സന്നദ്ധമായാലും ആ പിന്തുണ സ്വീകരിക്കും എന്ന് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത്. അതല്ലാതെ ഏതെങ്കിലും മുന്നണിയുടെയോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ ഭാഗമായി മത്സരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ആഗ്രഹിക്കുന്നില്ല. കൃത്യമായ രാഷ്ട്രീയ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് വി കുഞ്ഞികൃഷ്ണൻ മുന്നോട്ട് പോകുന്നത്. തനിക്ക് ജനങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ ബോധവൽക്കരിച്ച ശേഷമായിരിക്കും താൻ വോട്ട് അഭ്യർത്ഥിക്കുക എന്നുള്ള കാര്യമാണ് പ്രധാനമായും പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ മനോജ് പേരാമ്പ്രയ്ക്കൊപ്പം ജോസഫ് അഗസ്റ്റിൻ, അമൃത ന്യൂസ്, കണ്ണൂർ.